എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകപ്പാടെ മഹേഷ് തകർന്നിരിക്കുകയാണ്. മഹേഷിന് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. 70 കോടി രൂപ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ്. അവര് വീട്ടിൽ വന്ന് ചീത്ത പറയാണ്. കാരണം രചനയെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അതെല്ലാം കേട്ടിഞ്ഞിപ്പോ ആകാശിന് എന്ത് ചെയ്യണം നടത്തില്ല. കാരണം ഇത്രമാത്രം അപമാനിതനായിട്ട് നിന്നിട്ടില്ല. പൈസ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭാര്യയെ വിറ്റ് ജീവിക്കണം എന്ന് വരെയാണ് അവര് പറഞ്ഞ്. ഒരു നിമിഷം രചന ഞെട്ടിപ്പോയി. രചന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇത്രയും പബ്ലിക്കായിട്ട് അവരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്റെ വില എന്താന്നുള്ള ചിന്ത രചനയ്ക്ക് അവിടെ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് രചന ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. ആകാശം ഇതേ വെറുതെ അനാവശ്യമായിട്ട് വാക്കുകളൊക്കെ പ്രയോഗിക്കില്ലെന്ന് പറയണം. അനാവശ്യമായിട്ടല്ലടോ, താൻ തന്റെ പ്രതികാരം തീർക്കാൻ നടക്കുക. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, അറിയാലോ. 1-2 കോടിയല്ല, അറിയാലോ എത്ര കോടി രൂപ ഷെയർ ചെയ്തിരിക്കുന്നത്. തനിക്ക് വെറുതെ ദൂർത്തടിച്ച് കളയാനുള്ളതല്ല. ഒരവസരം കൂടെ തരും. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. ഞങ്ങളുടെ ഷെയറൊക്കെ അങ്ങോട്ട് പിൻവലിക്കും എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകണം. ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആകാശിന്. ഗ്രഹണ സമയം വരുമ്പോൾ ഞാഞ്ഞൂലും തലപൊക്കുമെന്ന് പറഞ്ഞൊരു അവസ്ഥയാ. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് രചന മുറിയിലേക്ക് പോയിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. രചനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെ മുന്നിൽ താൻ നാണം കിട്ടു. ആ ഒരു ചിന്തയായിരുന്നു രചനയുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ്. ആകാശം വന്നപ്പോഴത്തേനും രചന വിഷമിച്ചിരിക്കുന്നുണ്ടു. രചനയോട് പറഞ്ഞു, അല്ല നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണം നിൽക്കും. അല്ല അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകാശം എന്താ ഒന്നും പ്രതികരിക്കാത്ത നിൽക്കും. ഞാൻ എന്ത് പറയാനാ, എന്റെ അവസ്ഥ ഇപ്പൊ നിനക്ക് അറിയാവുന്നല്ലേന്ന് ചോദിക്കും. അല്ലെങ്കിലും എനിക്കിപ്പോ ഒരു വിലയില്ല. എന്തിനേറെ പറയുന്നു, ഇന്നലെ വരെ കൂടെ വന്ന മൃണാളിനിയാണ്. 70 കോടി രൂപ നഷ്ടമായി. കമ്പനി എന്തോ നഷ്ടത്തിലേക്ക് പോകാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവള് വരെ കാല് വാരിയേക്കുക. കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ഞാന് ആ 70 കോടിക്ക് പറയും ഇനി 700 കോടി രൂപ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയാലോ. അവൾ ഇനി കമ്പനിയിലേക്ക് വരുമെന്ന്, കമ്പനിയുടെ ഒക്കെ പ്രൊമോഷൻ ചെയ്യുമെന്ന്. ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യരുടെ സ്വഭാവം ഞാൻ പഠിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോ രചന പറഞ്ഞു, പണം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വിലയുള്ളെന്ന് പറയണം. പണമില്ലെങ്കിൽ ഒരു വിലയില്ലെന്ന് പറയാം. എനിക്ക് തോന്നേ മനഃപൂർവ്വം ആ ഇഷ്ടത അറിഞ്ഞിട്ടാന്ന് തോന്നേ ഈ ലേലത്തിൽ നിന്ന് പിന്മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. മനഃപൂർവ്വം അവൻ നമുക്കിട്ട് പണി തന്നാന്ന് തോന്നേ. അവനിതെല്ലാം നേരത്തെ അറിയാനും തോന്നേ. മിക്കവാറും ഇപ്പൊ അവനുള്ള എല്ലാം കൂടെ ചേർന്ന് ആഘോഷിക്കുമായിരിക്കും എന്ന് പറയണം. ഈ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു മഹേഷ്. കാരണം ഇഷ്ടതയുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതന്നെ. ആകാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് മനസ്സിലായി. കാരണം ആകാശിന്റെ കിട്ടാൻ പറ്റുന്നതിനെ വെച്ച് ഏറ്റവും വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. അവന് നഷ്ടം 1-2 കോടിയല്ല, എത്ര കോടിയാ, 10-70 കോടി ഒറ്റയടിക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അത്രയും രൂപ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവന്റെ കമ്പനിയുടെ കാര്യത്തിലൊരു തീരുമാനമാവുന്നൊക്കെ മഹേഷിന് മനസ്സിലായി. പിന്നീട് മഹേഷ് ആലോചിച്ചു, ഇഷിത ഉള്ളതുകൊണ്ടാ. അവളില്ലായിരുന്നെ താൻ എന്ത് ചെയ്തരാം. മിക്കവാറും തന്റെ തലയിൽ ഇരിക്കേണ്ടതായിരുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇഷിതയോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ മഹേഷിന് തോന്നുക. അല്ലെങ്കിൽ തന്നെ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിലൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം ഇഷിതയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇഷിത അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മനസ്സിനമ്മയുടെ വീട്ടിൽ നിന്ന് പോരുന്നത്. എന്തായാലും കുഴപ്പമില്ല, തന്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷമായല്ലോ. ഒരു പക്ഷേങ്കിൽ ഇനി ഇതിന്റെ പേരിൽ ആരും ചേച്ചിനെ കുറ്റപ്പെടുത്തില്ല. ആ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മനസ്സിനമ്മയുടെ കാല് പിടിച്ചാലും കുഴപ്പമില്ല, തന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ, തന്റെ ചേച്ചിയുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടല്ലേ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിത നേരെ വന്നിട്ട് മാഷിനെയും പ്രിയാമണിനെയും കാണാണ്ട് ചെല്ലുവാണ്. അങ്ങനെ കണ്ടു ജീവിതത്തിന് പ്രിയാമണി ചോദിച്ചു, മോള് ആഷിനെ കാണാൻ പോയെന്നൊക്കെ ചോദിക്കാം. പോയമ്മേ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണേ. അല്ല, പ്രശ്നങ്ങളൊക്കെ മോള് സോൾവ് ചെയ്തോ? ഞാൻ മനസ്സിനമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ വീഴുന്നവളല്ലോ മനസ്സിന്. അവരങ്ങനെ പെട്ടെന്ന് വീഴുന്ന എനിക്ക് തോന്നില്ലെന്ന് മാഷ് പറയാം. അതൊക്കെ ഞാൻ വീഴിച്ചു. ആ കാര്യം ഓർത്തിട്ട് ഇനി അച്ഛനും അമ്മയും വിഷമിക്കുകയൊന്നും വേണ്ട. ആഷ് ചേച്ചിയുടെ ജീവിതത്തിന് ഇനി ഒരു കുഴപ്പം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പിന്നെ മഹേശ്വരേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. കുറച്ചൊക്കെ ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോട്ടെ. അതിനുശേഷം നമുക്ക് ഇനിയും ശരിയായില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇഷിത വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ആകാശനാണ് ആകെപ്പാട് ടെൻഷൻ ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇങ്ങനെ ഇതുവരെ ഇത്രയും വലിയ നാണക്കേടൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പിന്നീട് ആകാശ് ഓർത്തു, അവനെ ഒന്ന് വിളിക്കാം, ആ മഹേഷിനെ ഒന്ന് വിളിക്കാം എന്ന് കരുതിയിട്ട് മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് ഫോണിൽ ചോദിച്ചു, എന്താടാ? അല്ല, നിന്റെ ഭാഗ്യനക്ഷത്രം കൂടെ ഉള്ളതുകൊണ്ടാണോ നിനക്ക് 70 കോടി രൂപ നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, നീ കളിയാക്കൊന്നും വേണ്ട, എനിക്കൊരു അവസരം വരും. ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്നല്ലേ പറയണേ. എടാ, നിന്റെ അവസരങ്ങളൊക്കെ തീർന്നതാ. നിന്റെ ഭാഗ്യനക്ഷത്രമൊക്കെ അങ്ങനെ ചീറ്റിപ്പോയെന്ന് പറയണം. ഇപ്പൊ എനിക്കാടാ ഇവിടെ ഭാഗ്യനക്ഷത്രം ഉദിച്ചിരിക്കുന്നു പറയാം.
ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, നീ എത്ര സന്തോഷിക്കൊന്നും വേണ്ട മഹേഷേ, എനിക്ക് നല്ല സംശയമുണ്ട്. നീ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് എനിക്കിട്ട് പണി തന്നാണെന്ന്. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണ് നിനക്ക് എന്താടാ കുഴപ്പമെന്ന് ചോദിക്കാം. എടാ, ഏതൊരു ആളുടെ എന്റെ പുരുഷന്റെ വിജയത്തിന് പിന്നെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ എന്റെ വിജയത്തിന് പിന്നെ ഒരു സ്ത്രീ ഉണ്ടാ, അതെന്റെ ഭാര്യ ഇഷിതയാന്ന് പറയാണ്. ഇത് കേട്ടോണ്ട ഇഷിത അങ്ങോട്ടേക്ക് വന്നു കയറുന്നേ. ഒരു നിമിഷം ഇഷിത അവിടെ തന്നെ നിൽക്കുകയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ ഭാര്യനെ നീ അവിടെ വെച്ച് കളിയാക്കിയിട്ട് പോയി. അപ്പൊ പക്ഷെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിന്റെ ഭാര്യനെ കൂട്ടി വേണം നീ ഭാഗ്യനക്ഷത്രം എന്ന് പറഞ്ഞ് അടിച്ചെടുത്തോണ്ട് പോയതല്ലേ ആ 10 ഏക്കർ പ്രോപ്പർട്ടി. എന്നിട്ടിപ്പൊ എന്തായി തീരുന്നു എന്നൊക്കെ പറയണ. എടാ, നീ സന്തോഷിക്കണ്ട എന്നൊക്കെ പറയണ. സന്തോഷിക്കാതെ പിന്നെ ഞാൻ സന്തോഷിക്കല, ഇത് ശരിക്കും ആഘോഷിക്കാനായിട്ട് പോന്നേ. നീ കണ്ടോ ഈ മഹേഷ് ചന്ദ്രൻ ആരാ നീ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മഹേഷ് കുറെ വീമ്പുറത്താനും കൂടെ പറയണം. ആകാശന് ആ പടം സമതലേറ്റുന്ന പോലെ തോന്നി. അവസാനം ആകാശ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം ഇഷതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇഷതി ഓർത്ത് അപ്പൊ ഉള്ളിൽ തന്നോട് സ്നേഹമുണ്ട്, പുറമെ അത് പ്രകടിപ്പിക്കാത്തതൊക്കെയാ. തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ. പിന്നീട് ഇഷിത അങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനും മഹേഷ് ഇഷിതേനെ നോക്കി. പിന്നീട് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഫോൺ വിളിക്കുമായിരുന്നു, അത് മനസ്സിലായി. ഫോൺ വിളിക്കുമായിരുന്നു മനസ്സിലായി. അല്ല ഇന്ന് ഡ്യൂട്ടി നേരത്തെ തീർന്നിരിക്കും. നേരത്തെ തീർന്നൊന്നുമല്ല, സമയം എന്തായെന്നാ മഹേഷിനൊന്നും അറിയില്ല എന്ന് ചോദിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് സമയമൊന്നും നോക്കിയില്ല എന്ന് പറയണേ. പിന്നീട് ചോദിച്ചു, അല്ല നമുക്കിന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചാലെന്ന് ചോദിക്കാം. പുറത്തു പോയാ എന്തിനാ? അല്ല കുറച്ച് നാളായാലേ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൊണ്ട് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് പറയാ. ഇത് എടപ്പ് ഇഷ്ടം പറഞ്ഞു, വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് ചിപ്പിമോൾ അങ്ങോട്ട് വന്നേ. ചിപ്പിമോൾ വന്നിട്ട് പറഞ്ഞു, അതെ നമുക്ക് പുറത്തു പോകാമേ, നമുക്ക് എല്ലാവരും കൂടെ പുറത്തു പോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഇഷിത പറഞ്ഞു, നോക്കട്ടെ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയണം. പക്ഷേങ്കില് ആ സമയം ആകാശാകപ്പടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആകാശിന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാര്യം മഹേഷിന് മുന്നിൽ നാണക്കേടായി. പിന്നെ മൊത്തത്തില് കാരണം ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ അവരുടെ ഷെയർ ഒക്കെ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കമ്പനി അതോടുകൂടി തീർന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് എന്ത് വേണം പോയി മദ്യമെടുത്ത് കുടിക്കുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് മദ്യപിച്ചു. അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രചന വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്ന ആകാശിനെ കണ്ടേ. പിന്നീട് ആകാശനോട് പറഞ്ഞു, ആകാശ് ഇതെന്ത് പരിപാടിയെ കാണിക്കണേ, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഞാൻ തകർന്നെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടെ എന്നെ കളിയാക്കാൻ വരുവാ. ആൾക്കാരുടെ മുന്നിൽ എനിക്ക് തലയുർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം രചന പറഞ്ഞു, ആകാശേ വന്ന് എഴുന്നേറ്റ് വന്ന് കിടക്ക് എന്നൊക്കെ പറയണം. വേണ്ട എന്നെ പിടിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, നീ നിന്റെ പാട് നോക്കിപ്പോ എന്നൊക്കെ രചനയോട് പറയണം. അവസാനം രചനയ്ക്ക് മനസ്സിലായി ആകാശ് നല്ല ഫിറ്റ് ആയിട്ടുണ്ടെന്ന്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് എന്ത് വേണം അവിടെ ഇരുന്ന് മദ്യവെച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അങ്ങോട്ട് മറിഞ്ഞു വീഴുവാണ്. രചന അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ട് രചന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഒരു വിധത്തില് ആകാശിനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ്. പിടിച്ചെഴുന്നേപ്പിച്ച് അവിടെ കിടത്തുവാണ്. എന്റെ ദൈവമേ എന്തൊക്കെയാണ് കാണുന്നത്, ഇത്രയ്ക്ക് മദ്യപിച്ച് ഇതുവരെയായിട്ട് ആകാശിനെ കണ്ടിട്ടില്ല. പിന്നീട് രചന ആ പാടെ വിഷമിച്ച് മുറി പോയിരിക്കുക. രചനയുടെ മനസ്സിൽ അയാൾ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെയാ. ഷെയർ ഹോൾഡേഴ്സ് അത്രയും വൃത്തിയായിട്ട് ഭാഷയാ. കാരണം പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യും, സ്വന്തം ഭാര്യനെ വരെ വിറ്റ് പൈസ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്താ ഒരു വിലയുള്ളത്? താൻ ആരുമല്ലായി തീർന്നില്ലേ, ഒന്നും അല്ലാതായി തീർന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം വന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തിനാ വിഷമിച്ചിരിക്കണം നിൽക്കും? ഒന്നുമില്ല, എനിക്കറിയാം അമ്മ അവര് വഴക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഈ സങ്കടം. അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മയെ ആര് ചീത്ത പറഞ്ഞാൽ അവരെ നീ വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ അവരെ കൈകാര്യം ചെയ്യും എന്ന് പറയണ. വേണ്ട മോനെ, ഇങ്ങനൊന്നും മോനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് പറയണ. പിന്നെ എന്റെ അമ്മയ്ക്ക് സങ്കടം വന്നാൽ ഞാൻ വെറുതെ ഇരിക്കുവോ? ഒരിക്കലും ഇല്ല എന്ന് പറയണ. അവരെ ഞാൻ തകർക്കും, എന്റെ അമ്മയെ ചീത്ത പറഞ്ഞ ആരാണെങ്കിലും അവരെ ഞാൻ തകർക്കും എന്ന് പറയണ. ഇത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായി പോയി രചനയ്ക്ക്. കുഞ്ഞുകുഞ്ഞാണ്, അവന്റെ മനസ്സിൽ എന്തെങ്കിലും കയറി കൂട്ടണമെങ്കിൽ ഇനി അവനെ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവൻ വരെ അപകടത്തിലാവും. അതൊക്കെ ഓർത്തിയുമ്പോൾ രചനയ്ക്ക് വല്ലാത്ത വിഷമം. രചന പറഞ്ഞു, എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ല, എന്നെ ആരും കരയിച്ചിട്ടില്ല മോനെ, ഞാനൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരുന്നാന്ന് പറയും. അന്നെങ്കിൽ അമ്മ കണ്ണ് തുടച്ചേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദ്യം കണ്ണ് തുടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യനെ ചേർത്ത് പിടിക്കുകയാണ് രചനയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എന്തായി തീരുമെന്ന്. കാരണം കമ്പനി നഷ്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലാതായി തീരും. അത് ചിന്തിക്കാൻ പോലും പറ്റാവുന്ന കാര്യമായിരുന്നില്ല രചന. പിന്നീട് ഇഷിത മാഷിന്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സുഹിത്രയും കൂടി വന്നു. സുഹിത്ര വന്നിട്ട് പദവിയിലും വിപരീതമായിട്ട് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല എന്ന് പറയണം. ഒന്നുമില്ല, വേറെന്തോ കാര്യമുണ്ടെന്ന് പറയണേ. അങ്ങനെ സുഹിത്രയുടെ കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുഹിത്ര ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എനിക്ക് തോന്നേ മഹേഷേണ് ഇഷ്ടം ഇഷ്ടം കൂടിയിട്ടുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട്. ചേച്ചിക്ക് ഇഷ്ടമുണ്ടെന്ന് ചോദിക്കും. അതങ്ങനെ ചോദിച്ചാൽ പിന്നെ എന്താ കാര്യം പറയുന്ന പറയണം.
എനിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. മഹേഷിനോട് എന്നോട് പ്രണയം ഉണ്ടെന്നൊന്ന്. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കുന്നൊന്നുമില്ല. അത് ഉള്ളിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കുറേശ്ശായിട്ട് പുറത്തിയാടുമെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണ് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പുറത്തിയായിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയാം. അതെനിക്കിപ്പം മനസ്സിലായി വരുന്നുണ്ട്. ആരെയും കാണിക്കാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് പ്രണയവാ എന്നോടുള്ള എന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് സുചിത്ര ചിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.